വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം തുറന്നു. കോതമംഗലം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം തുറന്നു. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 15 കൊടിയേറി മാർച്ച് 24 ആറാട്ടോടെ സമാപിക്കും. തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവും അതോടൊപ്പം തന്നെ കോതമംഗലം ചെറിയ പള്ളിയിലെ കണ്ണൂർ പെരുന്നാളുമാണ് ഈ നാടിൻ്റെ പൊതുവായ ഒരു ആഘോഷമായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ആ ആഘോഷ പരിപാടികളെല്ലാം പങ്കെടുത്തു. തൃക്കാരിയൂരിനെ സംബന്ധിച്ച് കോതമംഗലത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടെ 10 ദിവസം നന്നായി തന്നെ മാലിന്യമോ അത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി വന്ന് ദർശനം നടത്തി പോകാൻ നന്നായി തന്നെ ഈ ദേശത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയിൽ 10 ദിവസം ഉത്സവം ആഘോഷപൂർവ്വം. കോതമംഗലം തഹസിൽദാർ M. അനിൽകുമാർ, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജിജിമോൻ B, ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അജിത് കുമാർ EK, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ C. ഗോവിന്ദ്, സിന്ധു പ്രവീൺ, വിവിധ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ KP ജയകുമാർ, MN ജഗദീഷ്, S. അജിത്, സൂരജ് C. ബെനോൻ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.